നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നടനും മക്കൾ നീതിമയം നേതാവുമായ കമൽഹാസൻ ചലച്ചിത്ര രംഗത്തുള്ളവർക്കായി ഒരുക്കിയ വിരുന്നിൽ മാരക ലഹരി മരുന്നായ കൊക്കൈൻ ഉപയോഗിച്ചെന്ന ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി. സാമൂഹ്യ മാധ്യമമായ എക്സിലാണ് ഈ ഞെട്ടിക്കുന്ന ആരോപണത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി നാരായണൻ തിരുപ്പതി രംഗത്തെത്തിയത്. കമൽഹാസൻ നടത്തുന്ന പാർട്ടികളിൽ കൊക്കെയിൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഗായിക സുചിത്രയാണ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. തമിഴ് സിനിമാ ലോകം മയക്കുമരുന്നിന്റെ പിടിയിലായി ദിശ തെറ്റിക്കുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നാരായണൻ തിരുപ്പതി രംഗത്തെത്തിയത്. തന്റെ മുൻ ഭർത്താവ് കാർത്തിക് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തവെയാണ് കമൽഹാസൻ തന്റെ പിറന്നാൾ പാർട്ടികളിൽ ലഹരി വിരുന്നൊരുക്കിയതിനെ കുറിച്ച് സുചിത്ര തുറന്നു പറഞ്ഞത്. സ്റ്റേജിൽ വരുമ്പോഴെല്ലാം കാർത്തിക് കുമാർ എന്തിനാണ് കടത്തരം കാണിക്കുന്നത്? സ്റ്റേജിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം 4 വരി കൊക്കെയിൻ ഷൂട്ട് ചെയ്യുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. എന്തിന് കൂടുതൽ പറയുന്നു? കമൽഹാസന്റെ ജന്മദിന പാർട്ടിയിൽ അവർ വെള്ളത്തളികയിൽ കൊക്കെയിൻ കൊണ്ടുവരും. അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണോ അവർ എന്നെ വിമർശിക്കുന്നത്? കോളിവുഡിൽ ഇപ്പോൾ മയക്കുമരുന്ന് സംസാരം വ്യാപകമാണ്. കമുദം മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ സുചിത്ര തുറന്നടിച്ചു. സുചിത്ര പറഞ്ഞ കാര്യങ്ങളിൽ ഗൗരവമായ അന്വേഷണം നടത്തണം. തെറ്റായ വിവരങ്ങളാണ് നൽകിയതെങ്കിൽ സുചിത്രയ്ക്കെതിരെ നടപടിയെടുക്കണം. ആരോപണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ടെങ്കിൽ കമൽഹാസനെ ചോദ്യം ചെയ്യണം. പാർട്ടികളിലേക്ക് എവിടെയെന്നാണ് മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് കണ്ടെത്തണം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി ആവശ്യപ്പെട്ടു. തന്റെ സമീപകാല ചിത്രമായ വിക്രം എന്ന സിനിമയിൽ മയക്കുമരുന്ന് രഹിത സമൂഹത്തിനായി വാദിച്ച നടനും രാഷ്ട്രീയക്കാരനുമായ കമൽഹാസൻ ഇപ്പോൾ പുലർത്തുന്ന നിശബ്ദത സംശയാസ്പദമാണ്. അതേസമയം 2024 മാർച്ച് 9 അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തു ശൃംഖലയുമായി ബന്ധപ്പെട്ട നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത മുൻ DMK NRI വിഭാഗം പ്രവർത്തകനായ മയക്കുമരുന്നിന്റെ രാജാവ് ജാഫർ സാദിഖുമായി കമൽഹാസന് പരിചയം ഉണ്ടായിരുന്നുവെന്നും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. തന്റെ സിനിമയിൽ തുടർച്ചയായി ലഹരിക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് കമൽഹാസൻ. അതേസമയം അദ്ദേഹം നേരിട്ട് നടത്തുന്ന പാർട്ടികളിൽ വെള്ളി പാത്രത്തിൽ കൊക്കെയിൻ പോലെയുള്ള ലഹരി വസ്തുക്കളാണ് അതിഥികൾക്ക് നൽകുന്നതെന്നായിരുന്നു മുൻ ഗായികയായ സുചിത്ര വെളിപ്പെടുത്തിയത്. സിനിമകളിൽ ഒന്ന് പറയുകയും അതിന് ഘടക വിരുദ്ധമായ മറ്റൊന്ന് സ്വന്തം ജീവിതത്തിൽ പ്രവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പിനാണ് കമൽഹാസൻ എന്ന വിമർശനമാണ് ഇതിനോടകം പല കോണുകളിൽ നിന്നും ഉയരുന്നത്.